അസ്സലാമു അലൈക്കും. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കൽ ചോദിച്ചു, മൂസ, നിന്റെ കയ്യിലുള്ളത് എന്താണെന്ന്. മൂസ പറഞ്ഞു, അതൊരു വടിയാണ്. അത് ഞാൻ ആടുകൾക്ക് ഇല പൊഴിച്ചു കൊടുക്കുന്നതിനും അതുപോലെ ഊന്നിപ്പിടിച്ചു നിൽക്കുന്നതിനും അതുപോലെ തന്നെ മറ്റ് ആവശ്യങ്ങളും ഈ വടി കൊണ്ടുണ്ട് എന്ന് തൻ്റെ റബ്ബിനോട് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മൂസ, നീ ആ വടി ഒന്ന് താഴെയിട്. മൂസാ നബി അലൈഹിസ്സലാം ആ വടി താഴേക്കിട്ടു. പെട്ടെന്ന് ആ വടി ഒരു പാമ്പായി മാറി. മൂസാ നബി അലൈഹിസ്സലാം പേടിച്ചു പോയി. മാത്രമല്ല, മൂസാ നബി അലൈഹിസ്സലാം പിന്തിരിഞ്ഞോടുകയും ചെയ്തു. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ള പറഞ്ഞു, മൂസ, പിടിക്കണ്ട, നിൽക്ക്, നീ ആ വടി എടുക്ക്. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ വടി എടുത്തപ്പോൾ അത് പൂർവാധികം നേരത്തെ ഏതൊരവസ്ഥയിലായിരുന്നോ ആ ഒരവസ്ഥയിലേക്ക് മാറി, വടിയായി മാറി. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് എനിക്കും നിങ്ങൾക്കുമുള്ള പാഠം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കയ്യിലുണ്ടായിരുന്ന വടി, ആ വടി ഒരു പാമ്പായി മാറാൻ, അങ്ങനെ മാറ്റിയെടുക്കാനുള്ള മുഅ്ജിസത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിലൂടെ പ്രകടമാക്കിയിട്ട് പോലും മൂസാ നബിക്ക് നേരത്തെ അറിയുമായിരുന്നില്ല തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു മുഅ്ജിസത്ത് തനിക്ക് നടത്താൻ കഴിയുമെന്ന്. പ്രവാചകന്മാരിലൂടെ അല്ലാഹു പ്രകടിപ്പിക്കുന്ന ഒരു സംഗതിയാണ് അവരിലൂടെ വരുന്ന മുഅ്ജിസത്തുകൾ. എന്നാൽ ആ മുഅ്ജിസത്തുകൾ എങ്ങനെ നടത്തണമെന്ന്, എപ്പോൾ നടത്തണമെന്ന് പ്രവാചകന്മാർക്ക് അറിയില്ലായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, ഉദ്ദേശിക്കുന്ന സമയത്ത്, ഉദ്ദേശിക്കുന്ന രീതിയിൽ മാത്രം നടത്തുന്ന ഒരു സംഗതിയായിരുന്നു മുഅ്ജിസത്ത്. എന്നാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ നമ്മുടെ ജനങ്ങൾ പാടി നടക്കുന്നത് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. നോക്കൂ, ഒരാൾ എഴുതി വെച്ച മുഹയ്യിദ്ദീൻ മാലയിലെ വരികളാണിത്. മനസ്സിനകത്ത്, ഓരോ വ്യക്തിയുടെയും മനസ്സിനകത്തുള്ള ഓരോ ഒളിപ്പിച്ചു വെച്ച ഓരോ രഹസ്യങ്ങളെയും തനിക്ക് യഥേഷ്ടം കാണാൻ കഴിയുമെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം കഴിയുന്ന കഴിവ്, മറഞ്ഞ കാര്യങ്ങളെ യഥേഷ്ടം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അറിയാൻ അല്ലാഹുവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കഴിവ്, അത് തനിക്ക് കഴിയും എന്ന് മുഹയ്യിദ്ദീൻ ഷെയ്ഖ് അവകാശപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമുദായം ഇതാചരിക്കുമ്പോൾ മഹാന്മാരായ പ്രവാചകന്മാർക്ക് പോലും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മുഅ്ജിസത്ത് അത് അവരുടെ യഥേഷ്ടം അവർക്ക് പ്രവർത്തിക്കാനോ അവർക്ക് അറിയാനോ കഴിയുന്നത് ആയിരുന്നില്ല എന്ന ഒരു യാഥാർത്ഥ്യം അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന് മാത്രം ഉള്ള കഴിവ്, അല്ലാഹുവിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മറഞ്ഞ കാര്യങ്ങളെ യഥേഷ്ടം അറിയുക എന്ന കാര്യം അത് അല്ലാഹുവിൽ മാത്രം സംക്ഷിപ്തമാണ്. അത് മുഹയ്യിദ്ദീൻ മാലയിൽ പറഞ്ഞാലും മറ്റെവിടെ പറഞ്ഞാലും അത് അല്ലാഹുവിൻ്റെ ദീനിന് വിരുദ്ധമാണ്. അത് അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്, അത് ശിർക്കാണ്, അത് നരകത്തിലേക്ക് പോകുന്ന വഴിയാണ്. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അല്ലാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും.